ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് അശ്വിൻ അലമാറയിൽ ഒളിച്ചിരിക്കുകയാണ്. ശ്രുതി വന്ന് ഡ്രസ്സ് എടുക്കാൻ അലമാറ തുറക്കുന്നുണ്ട്. അപ്പോഴാണ് അശ്വിനെ കാണുന്നത്. അശ്വിനെ കണ്ടപ്പോൾ പേടിച്ച് ചീറുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട് പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അശ്വിനോട്, നിങ്ങൾ എന്തിനാ അലമാറ കയറി ഒളിച്ചിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് നീ എന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് നീ എന്നെ കണ്ട് അലമാറയുടെ ഉള്ളിലേക്ക് പേടിച്ചിരുന്നത് അവൾക്ക് ഓർമ്മ ഉണ്ടോ പറയുന്നുണ്ട്. അവൾക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അവളില്ലാലും ഓർമ്മയില്ല എന്ന് പോലെ അഭിനയിക്കുകയാണ്. പിന്നെ കാണിക്കണത് അശ്വിൻ ചോദിക്കുന്നത് ഇതാണ് ഓർമ്മ ഉണ്ടോ പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അശ്വിൻ അഞ്ജലിയോട് സംസാരിക്കുകയാണ്. അശ്വിൻ അഞ്ജലിയോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള കാരണമൊക്കെ ഞാനാണ്, എനിക്കത് നല്ല ബോധമുണ്ട്, എനിക്കത് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ജീവനെ തുല്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടി, അതിന് ഞാൻ നല്ല അഹങ്കരിച്ചു മോനെ, ആ അഹങ്കാരത്തിന് ദൈവത്തിനും കൂടി ഇഷ്ടമായിട്ടില്ല, അതിന് ദൈവം എനിക്ക് തന്ന മറുപടിയാണത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശും പ്രീതിയും കൂടി സംസാരിക്കണതാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ മനോരമ ആൻറ്റി കയറി വരുന്നത്. അപ്പോൾ മനോരമ ആൻറ്റി പറയുന്നത്, നീയും നിൻ്റെ അനിയത്തിയും കൂടി ചെയ്ത തെറ്റ് എത്ര വെള്ളം പൂശിയാലും അത് മായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് ഇത്രയും വലിയ ഒരു പാവം ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ സംസാരിക്കാനുള്ള ധൈര്യം വരുന്നത്, ഇനി ഒരു അക്ഷരം നിൻ്റെ വായിന്ന് വരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ആദർശ് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് കയറി വരുന്നുണ്ട്. ശ്രുതിക്ക് ആകെ പേടിയുണ്ട്, ഇരട്ടത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ബലൂൺ പോയിട്ടുണ്ട്. അവൾ ഓടിപ്പോയിട്ട് അശ്വിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞ നീ ഇങ്ങനെ ഒരു ദിവസം വന്നാൽ നീ എന്നെ കെട്ടിപ്പിടിച്ചാൽ നീ എന്നെ ഭർത്താവായി അംഗീകരിക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് ആ ദിവസമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നില്ല നിങ്ങളിപ്പോൾ ഈ പണി ചെയ്തത്, നിങ്ങൾ എത്ര ദുഷ്ടനാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശ്രുതിക്ക് സ്നേഹം സഹിക്കാൻ വയ്യാതെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.